നടപ്പിലാക്കില്ലെന്ന രേഖാമൂലമുള്ള ഒരു അറിയിപ്പും കേന്ദ്രത്തിന് സംസ്ഥാനം നൽകിയിട്ടില്ലെന്നും കുട്ടികളുടെ ആനുകൂല്യം നഷ്ടപ്പെടുത്തിയാൽ അതിന് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും BJP കേരള സ്റ്റേറ്റ് സെക്രട്ടറി MT രമേശ് കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്ത് എല്ലാ കാര്യങ്ങൾക്കും പണം വേണം, പക്ഷേ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ചർച്ച നടത്തിയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. കള്ളവണ്ടി കയറിയാണോ ശിവൻകുട്ടി പോയതെന്നും MT രമേശ് പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്, രക്ഷിതാക്കളുടെ ആവശ്യമാണ്, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവരുടെ ആവശ്യമാണ്. അത് തുലച്ചാൽ അതിന് ഉത്തരവാദി അവരായിരിക്കും. കാരണം ഇപ്പോൾ കേരളത്തിലെ സെൻട്രൽ സ്കൂളുകൾ മാത്രമേ PM ശ്രീ ഉള്ളൂ. അവിടെ ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ടല്ലോ. ആ ആനുകൂല്യവും ആ സഹായവും മറ്റു സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് എന്തിനാണ് നിഷേധിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീ നടപ്പിലാക്കിയിട്ട് അവിടെ അനവധി ബുദ്ധിമുട്ടുണ്ട് ഇല്ലല്ലോ. തൊട്ടടുത്ത കർണാടകത്തിന്റെ PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, അവിടെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സംസ്ഥാന സർക്കാരിന്റെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ തൃശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസ പുതിയ NEP-യുടെ ഭാഗമായിട്ടുള്ള പരിഷ്കാരം നടപ്പിലാക്കുന്നുണ്ടല്ലോ. വിനോയ് വിശ്വത്തിന്റെ പാർട്ടിയല്ലേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. അവിടുത്തെ ആ യൂണിവേഴ്സിറ്റിക്കകത്ത് NEP നടപ്പിലാക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വാശി പിടിച്ചാൽ നഷ്ടം കേരളത്തിന് മാത്രമാണ്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പണമാണ്, പക്ഷെ ആ പണം ലഭ്യക്കാൻ ആവശ്യമായ നോംസ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് നടപ്പിലാക്കുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാർ പണം കൊടുക്കുമ്പോൾ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും പണം കൊടുക്കുമ്പോൾ ആ പണം കൈമാറുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഒരു നോംസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിന്റെ പേരിൽ മാത്രമേ പണം കൊടുക്കാൻ സാധിക്കൂ. അപ്പൊ സംസ്ഥാന സർക്കാർ സമീപനം എന്താ? ഞങ്ങൾ പണം മാത്രം മതി, ബാക്കിയൊന്നും പറ്റില്ല. അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാൻ ഇവർ തീരുമാനിച്ചത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയിട്ടില്ല. 2 ഉദ്യോഗസ്ഥന്മാർ ഇവരാരും അറിയാതെ കള്ളവണ്ടി കയറിയതാണ്. ശിവൻകുട്ടിയും പിണറായി വിജയനും മറുപടി പറയട്ടെ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ, അവരിവിടുന്ന് ഡൽഹിയിൽ പോയി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ടാണ് PM ശ്രീ പദ്ധതി അംഗീകരിച്ചത്. അത് മുഖ്യമന്ത്രി ശിവൻകുട്ടി അറിയാതെ ഈ 2 ഉദ്യോഗസ്ഥന്മാർ കള്ളവണ്ടി കയറി പോയത്. പിന്നെ ആരെ കുട്ടികളാക്കാൻ ഇത് പറയുന്നത്?